സോ ഇനി ഈ ഒരു എന്താ പറയുക ഒരു സ്ലോപ്പ് മുഴുവനായിട്ട് നമ്മളിങ്ങനെ കയറി അങ്ങ് പോകണം കേട്ടോ. ഏകദേശം ഒരു 5 minutes എടുക്കും. നമ്മുടെ സ്റ്റുഡൻസൊക്കെ പോകുന്നതാണാവോ, ഇതുവഴി അവർ പോകുന്നുണ്ട് കേട്ടോ. സോ അതുപോലെ തന്നെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നൈലിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നൈലിനെ പറ്റിയിട്ട് ഇത്ര എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന്. ആക്ച്വലി ഞാൻ താമസിക്കുന്നത് നൈലിൻ്റെ അടുത്താണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും ഈ നൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പാർട്ടാണ്. അതായത് നമ്മൾ അതിൻ്റെ തീരത്തൊക്കെ ആയിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ കേട്ടോ. പക്ഷേ ഓരോ യാത്രയും ഓരോ പ്രാവശ്യം നമ്മൾ വന്ന് നൈൽ ഏത് ഡിഫറെൻറ്റ് സൈഡാണെങ്കിലും കാണുമ്പോഴും അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഒത്തിരി ആസ്വദിക്കാറുണ്ട് ഇങ്ങനെ ഈ നൈലിൻ്റെ യാത്ര എന്ന് പറയുന്നത്. അയ്യോ ശരിക്കും ഭയങ്കര കഷ്ടം കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ഹൈക്ക് ചെയ്ത് മുകളിലെത്തണം. അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു അടിപൊളി സ്ഥലം കേട്ടോ. അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം. ഈ ഉറുമ്പുകളെ കണ്ടോ, ആഫ്രിക്കൻ ഉറുമ്പുകൾ കണ്ടോ. നമ്മുടെ നാട്ടിലേക്ക് കട്ടുറുമ്പ് മാതിരിയൊക്കെ ഉണ്ട്, പക്ഷെ ഇത് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പെയിനാണെന്നാണ് കേട്ടോ പറയുന്നത്. ഇതുവരെയും കടിച്ചിട്ടില്ല, പക്ഷേ ഭയങ്കര പെയിനാണ് എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, മങ്കീസ് കണ്ടോ, ഇവിടെ കണ്ടോ, ഗിബൺസാണ്. അത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു മങ്കി കേട്ടോ. അത് കുഞ്ഞിതാ, പക്ഷെ നല്ല ഭംഗിയുടെ അമ്മേ. ഈ ഒരു ജേണിയിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പാട്ട് ഇതാട്ടോ. കണ്ടോ, ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഇവിടെ ഇച്ചിരി നമ്മൾ സൂക്ഷിച്ച്, ഇത്ര ചെറിയൊരു വഴിയാണ്, അപ്പം സൂക്ഷിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മുടെ സ്റ്റുഡൻസൊക്കെ പോകുന്നുണ്ട്. ഈ ഒരു ഇറക്കവും ഒക്കെ കഴിഞ്ഞു കണ്ടോ. പക്ഷെ നമ്മൾ പോയത് ഇങ്ങപ്പുറം കേട്ടോ, ഇങ്ങപ്പുറയാണ്. അങ്ങനെ ഞാൻ എത്തിയിട്ടുണ്ട്. പിന്നെ അല്പം വെള്ളം കൊന്ന് കുടിക്കട്ടെ. സോ നമ്മൾ പോയത് അങ്ങ് അപ്പുറം കേട്ടോ. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ കയറി വന്ന് ഇവിടെ വന്നുള്ളത്. ഇത് വഴി ഇങ്ങനെ കയറി ഇവിടെ എത്തിയതാ. അപ്പോൾ നൈലിൻ്റെ വീഡിയോകൾ വീണ്ടും തുടരുന്നതായിരിക്കും. സോ അപ്പോൾ സീ യു, ബൈ.